ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്ര തുടരുകയാണ്. തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡാമിനിൽ നിന്ന് ഇറ്റാനഗറിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. കണ്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെ ഓഫ് റോഡ് വഴികളൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റാനഗറിൽ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എന്നൊക്കെ. കഴിഞ്ഞ രാത്രി നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടുത്തെ പ്രീസ്റ്റ് ഹോമിലാണ്. ഇവിടെ ഫാദർ കുര്യാക്കോസ് ഉണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ ഇടുക്കി രൂപതയുടെ കീഴിൽ ഇറ്റാനഗറിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയത്. അതുമാത്രമല്ല, അദ്ദേഹം മുഖേനയാണ് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് എൻട്രി ചെയ്തതും. അരുണാചൽ പ്രദേശിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ILP എന്ന് പറഞ്ഞ ഒരു സംഭവം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമ്മളെ സഹായിച്ചത് നമ്മുടെ കുര്യാക്കോസ് അച്ഛനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. അച്ഛനെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ നേരെ ആസാമിലേക്ക് പോകും. അതായത് നമ്മുടെ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് നമ്മളിനി തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. അനിൽ സാറൊക്കെ റെഡി ആകുന്നുണ്ട്. അനിൽ സാറൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അച്ഛനെയും പരിചയപ്പെട്ട് നമുക്ക് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കാം. അത് മാത്രമല്ല, തൊട്ടപ്പുറത്തൊരു ക്യാമ്പർ കിടപ്പുണ്ട്. അത് നമ്മുടെ ജോമനച്ചൻ്റെ ക്യാമ്പറാണ്, ബൊലേറോ. അച്ഛൻ കഴിഞ്ഞ ദിവസം സിസ്റ്റേഴ്സിനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അച്ഛൻ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇനി 2 ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇനി 2 ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഡാമിലേക്ക് തിരിച്ചു പോകുന്നതാണെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മുടെ വാഹനം അവിടെ കിടപ്പുണ്ട്. നല്ല രീതിയിൽ ചെളിയായിട്ടിരിക്കുകയാണ്. ഇനി അതൊന്ന് വണ്ടി വാഷൊക്കെ ചെയ്തിട്ട് വേണം നമുക്കിനി ഇന്ന് യാത്ര മുന്നോട്ട് പോകാനായിട്ട്. പോകുന്ന വഴിയിൽ വാഷ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയറി നമുക്ക് ജിപ്സി ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്യണം. വാട്ടർ സർവീസ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലൊക്കെ നല്ല മണ്ണ് കയറി കട്ട പിടിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ഓഫ് റോഡ് യാത്രകൾ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയപ്പോഴത്തേനും ചെളിയും ഓഫ് റോഡ് താണ്ടിയൊക്കെയാണല്ലോ നമ്മൾ പോയത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ രാവിലെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അരുണാചൽ പ്രദേശിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1 ബൈ ബിബ്രോ സ്റ്റോറീസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുര്യാക്കോസ് അച്ഛൻ. അച്ഛനെ നമ്മൾ പരിചയപ്പെട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, കുര്യാക്കോസ് അച്ഛൻ മുഖേനയാണ് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് എത്തിച്ചേർന്നത്. അച്ഛനാണ് നമുക്ക് ILP ഒക്കെ എടുക്കാനായിട്ട് സഹായിച്ചത്. അപ്പോൾ അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കാം അച്ഛനോട്. അച്ഛൻ, നമുക്ക് ഈ ILP എടുക്കാനായിട്ട് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? ശരിക്കും അരുണാചലിലേക്ക് വരുമ്പോൾ ഇവിടെ ട്രൈബൽ ലാൻഡ് ആയതുകൊണ്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക പ്രിവിലേജ് ആണ്. ട്രൈബൽ ലാൻഡ് ആണ്. അതുകൊണ്ട് ട്രൈബൽ ലാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇന്റർലൈൻ പെർമിറ്റ്, അതായത് ഇങ്ങോട്ട് കയറാനായിട്ട് പ്രത്യേകമായ ഒരു പെർമിറ്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ് ഇവിടെ കയറണമെങ്കിൽ. സാധാരണ നമുക്ക് ഓൺലൈനിൽ ഇത് അപ്ലൈ ചെയ്ത് ഓൺലൈനിൽ കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് എല്ലാ ബോർഡറുകളിലും ഇവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. കാരണം ബോർഡർ തുടങ്ങുന്നിടത്ത് തന്നെ അവർക്ക് അതിനുള്ള ഒരു ഓഫീസ് ഉണ്ടാവും. അവിടെ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മുടെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ILP കിട്ടും. പിന്നെ എയർപോർട്ടിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ നാഹർലഗൺ റെയിൽവേ സ്റ്റേഷനിലുള്ള സംവിധാനമുണ്ട്. ഇറ്റാനഗറിൽ റെയിൽവേ ഉണ്ട്. ഇറ്റാനഗറിലുണ്ട്. അരുണാചൽ പ്രദേശിൽ റെയിൽവേ ഉണ്ടെന്നുള്ള വിവരം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കാണ് കേട്ടോ അറിഞ്ഞത്. അരുണാചലിൽ 2 റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. നമുക്ക് തൊട്ട് ഇവിടുന്ന് നോക്കി കാണാവുന്ന ആ സൈഡിലായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ 1 കിലോമീറ്റർ ദൂരം ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ സ്റ്റേഷൻ നാഹർലഗൺ എന്ന് പറയും, ഇറ്റാനഗർ അടുത്തായിട്ട്. അതാണ് അവസാനത്തെ സ്റ്റോപ്പ്. അവിടുന്ന് ഡൽഹിയിലേക്കും അങ്ങനെ ഒത്തിരി ട്രെയിനുകളില്ല, നമ്പറുകൾ കുറവാണ്. ഓ, ശരി. അപ്പോൾ ഇതൊക്കെയാണ് ILPയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. പ്രത്യേകിച്ച് ILP എടുക്കാനായിട്ട് അച്ഛൻ സഹായിക്കാനായിട്ട് വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ വന്ന സമയത്ത് ഇവിടെ ILP എടുക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ID കാർഡും ഒരു ഫോട്ടോയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ILP എടുക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവരെന്തോ ചെറിയൊരു മാറ്റം വരുത്തി. അപ്പോൾ ഒരു ലോക്കൽ അഡ്രസ്സൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ പിന്നെയും വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനൊരു സ്കൂളിൻ്റെ ലെറ്റർ പാഡിൽ അതൊന്ന് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങനെ സ്കൂളിൻ്റെ ലെറ്റർ പാഡിൽ സംഭവം എഴുതി നമുക്ക് അയച്ചു തന്നു. അങ്ങനെ അത് കൊടുത്തപ്പോഴത്തേനും നമുക്ക് അങ്ങനെ ILP കിട്ടി. അങ്ങനെയാണ് ശരിക്കും അരുണാചൽ പ്രദേശിലേക്ക് നമ്മൾ കടന്നു വന്നത്. അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് എത്തി കേട്ടോ. ഇനി അച്ഛനെ കുറിച്ച് കൂടെ 2 വാക്ക് പറയണം. അച്ഛൻ്റെ നാട് എവിടെയാണ്, അച്ഛൻ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് പറയൂ. നാട് ഇടുക്കിയിലാണ്. നിങ്ങൾ ഒരു പക്ഷേ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും, ജോമോനച്ചനെയും അല്ലെ മറ്റച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. അച്ഛൻ അവരുടെ കൂടെ തന്നെ ഇടുക്കിയിലാണ് നാട്. ഇവിടെ നമുക്ക് നമ്മുടെ ഇത് ഗുംദോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗുംദോ അരുണാചലിന്റെ ബോർഡറാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൊണ്ട് മാറി കഴിഞ്ഞാൽ ആസാമാണ്. ആസാമിലേക്ക് കയറുവാണ്. ഇതിൽ ബോർഡർ ഏരിയ ആണ്. ശരിക്കും ഇറ്റാനഗറിന്റെ ഒരു ഔട്ടായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുട്ടികളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് മോറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാം, ടീച്ചേഴ്സിന്റെ പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മലയാളികളായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർ എല്ലാ ഞായറാഴ്ച ഒരു കുർബാനയ്ക്കായിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പം അവരുടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള പല പരിപാടികളിലൂടെ ഇവിടെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ അച്ഛന് അരുണാചൽ പ്രദേശ് വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി ഇവിടെ? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അരുണാചലിൽ വന്നിട്ട് 3 വർഷമായി. 3 വർഷമായി. ഇതിനു മുമ്പ് ഞാൻ സീറോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ വന്നത്. അവിടെ 1 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഇവിടെ ഇപ്പം 2 വർഷം കഴിഞ്ഞു ഇവിടെ വന്നിട്ട്.
കൃത്യം പറഞ്ഞ 2 വർഷമായി. 2 വർഷമായി. അപ്പൊ അച്ഛൻ ഇടുക്കി രൂപതയുടെ കീഴിലല്ലേ അതെ 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 സേവനം അനുഷ്ഠിക്കുന്നത് അല്ലേ? അതോടൊപ്പം തന്നെ ഇവിടെ എന്തോ ഓണാഘോഷത്തിനൊക്കെ കുറെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയാം. ഞങ്ങൾ സാധാരണ രീതിയിൽ മലയാളികൾ, നമുക്ക് ഈ ഏരിയയിലുള്ള മലയാളികൾ ഒരുമിച്ച് നമ്മുടെ ഓണത്തിനും അങ്ങനെയുള്ള പരിപാടികൾക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. ഓണത്തിന് സാധാരണ ഈ ഏരിയയിലുള്ള ഒരു 10, 60, 70ഓളം വരുന്ന ആളുകൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഇവിടെ ഒരുമിച്ച് കൂടിയായിരുന്നു. ഞങ്ങൾ ഓണം വളരെ ആഘോഷം നാട്ടിലെ പോലെ അല്ലെങ്കിൽ നാട്ടിലേക്കാൾ നന്നായിട്ട് തന്നെ അത്തപ്പൂക്കളവും മാവേലിയും ഓണസദ്യയും ഓണക്കളികളും എല്ലാം ആയിട്ട് വളരെ ആഘോഷമായിട്ട് നടത്തുന്നത്. ഇവിടുത്തെ ഗ്രാമത്തിലുള്ളവരൊക്കെ വരും. ലോക്കലായിട്ടുള്ള ആളുകൾ വരാറില്ല. കാരണം നമ്മുടെ പ്രോഗ്രാമുകൾ മുഴുവൻ മലയാളത്തിലായതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ അയൽക്കാർ നമ്മുടെ സദ്യയുടെ സമയമാകുമ്പോൾ അവരോട് അങ്ങനെ പറയും. നമുക്ക് നേരത്തെ ഓണക്കളികൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മലയാളം നമുക്ക് ലാംഗ്വേജിന്റെ ഒരു പ്രശ്നമുള്ളത് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ പള്ളിയുടെ തിരുനാളാണ്. ഇവിടുത്തെ തിരുനാൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ മലയാളി കുർബാനയും കാര്യങ്ങളെല്ലാം മലയാളത്തിലാണ്. പക്ഷെ വൈകുന്നേരം ഭക്ഷണത്തിന് സമയമാകുമ്പോൾ നമ്മുടെ അയൽക്കാരെല്ലാവരും നമ്മൾ ആ സമയത്ത് വിളിച്ചു. നമ്മൾ ഒരു സമയം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ സാധാരണ കഴിഞ്ഞ വർഷം അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സന്തോഷമാണ്. പിന്നെ ആളുകൾക്കാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. നമ്മുടെ ആളുകൾക്ക് ഇവരെ എല്ലാവരും ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവർ പരിചയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ വരാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കുര്യാക്കോസ് അച്ഛൻ്റെ വിശേഷങ്ങൾ. അച്ഛന് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനോട് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് സാവകാശം ചോദിച്ചിട്ട് അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും അച്ഛനെ പരിചയപ്പെട്ട വലിയ സന്തോഷം. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും ഞങ്ങൾ അച്ഛനെ പിന്നെയും ബുദ്ധിമുട്ടിപ്പിക്കും. തീർച്ചയായിട്ടും. കാരണം ILP എടുക്കാനായിട്ട് അച്ഛൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പം ജോമോനച്ഛനോട് കൂടെ ഒന്നും കൂടി യാത്ര പറയണം. ഇടയ്ക്കിടയ്ക്ക് യാത്ര പറയുക എന്നുള്ളതൊരു പ്രത്യേക ശീലമാണല്ലോ. അച്ഛൻ എവിടെ ചെന്നാലുണ്ട്, അവിടെയുണ്ട് ഇവിടെയുണ്ട്, നിറഞ്ഞു നിൽക്കണം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അച്ഛാ, ഇനി അടുത്ത വരവിന് കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ നന്നായിട്ട് സുരക്ഷിതമായിട്ട് കേരളത്തിൽ എത്തിച്ചേർത്ത് എല്ലാവിധ ആശംസകളും. അച്ഛനോട് വീഡിയോ കാണാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നെറ്റിൽ എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഞാൻ പുറത്തിറങ്ങാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നതായിരിക്കും. ഇനിയും എറണാകുളം ഒന്നുകൂടെ മൊത്തത്തിൽ എറണാകുളം ഒരു വില്ലേജ് മാത്രം നിങ്ങൾ കവർ ചെയ്തുള്ളൂ. എറണാകുളം മൊത്തം കവർ ചെയ്യണം. അതിനുവേണ്ടി പ്രത്യേകം ഒരു ട്രിപ്പും കൂടെ നിങ്ങൾ ഇതിനു വേണ്ടി തീർച്ചയായും അടുത്തായിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് തന്നെ വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ അരുണാചലിൽ വരികയും അച്ഛനെയൊക്കെ പിന്നെയും കാണുന്നതായിരിക്കും. അച്ഛൻ എന്തായാലും കുറച്ച് കാലങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛാ, ഞങ്ങൾ ഇനി ഇവിടെ യാത്രയാണ്. അനിൽ സാറിനും ബിബിനും ഏറ്റവും നന്ദി. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ശരി, നമുക്ക് ഇനി യാത്ര തുടങ്ങാം. അപ്പോൾ എന്തായാലും പതിവ് പോലെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് വണ്ടി വാഷ് ചെയ്യണം. അതിനുള്ളൊരു സംവിധാനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് എവിടെയോ ഒരു കാർ വാഷ് കണ്ടിരുന്നു. ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ ഡിപ്പോ അല്ലേ? പെട്രോളിയം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമായിരിക്കും അല്ലേ? അതെ അതെ, നോർത്ത് ഈസ്റ്റിലേക്ക് ഈ ഭാഗത്തേക്ക് വേണ്ടി. ഓക്കെ ഓക്കെ. അരുണാചൽ പ്രദേശിനെ സപ്ലൈ ചെയ്യാനായിട്ടുള്ള അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊരു ഇന്ത്യൻ ഓയിലിൻ്റെ ഡിപ്പോ ആണ് നമ്മൾ ഈ കാണുന്ന പ്രദേശത്ത്. ദൈമുഖ് ഡിപ്പോ. ഓക്കെ. എന്നാലും ആ കാർ വാഷ് ചെയ്യുന്ന സ്ഥലം ഇവിടെ എവിടെയോ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ കണ്ടിരുന്നു. അതെവിടെയാണെന്നാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ പൂട്ടിക്കിട്ടി പോയോ? പണി അവസാനിപ്പിച്ച് നോക്കാം. ഈ സൈഡ് എവിടെയാണെന്ന് തോന്നുന്നു. കണ്ടിരുന്നു. എവിടെയോ. അതോ നമ്മൾ ഡാമിലേക്ക് പോയ വഴി വല്ലതാണോ? അല്ല, അത് ഇതിൽ തന്നെ ഡാമിലേക്ക് പോയത്. അപ്പോഴാണ് ഞാൻ കണ്ടത്. കാർ വാഷ്. യെസ്, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെയുണ്ട്. തുറന്നില്ലേ? തുറന്നതായിട്ടൊന്നും കാണുന്നില്ല. നോക്കാം. അകത്തേക്കൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണും. ഒരു അനക്കമില്ലല്ലോ. നമ്മൾ വണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പരിപാടിക്ക് ഇറങ്ങി. ആളുണ്ടോ? അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. നോക്കി ചോദിച്ചു നോക്കാം പോയിട്ട്. ആളില്ലേ? ആളുള്ള മട്ടില്ല. നോക്കട്ടെ. ഹലോ 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 ഭയ്യ. ആളില്ല. ഇവിടെ ആളില്ല. എന്തായാലും നമുക്കിനി തിരിച്ചു പോകാം. അവിടെ ആളില്ല സാറേ? ഇല്ലേ, ആളില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ നമുക്കിനി കിട്ടും, സർവീസ് ചെയ്യാൻ കിട്ടും. എൻ്റെ മനസ്സ് പറയുന്നു. എന്തായാലും അവിടെ നമുക്ക് കാർ വാഷ് കിട്ടിയില്ല. ഇനി കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാർ വാഷ് കിട്ടാൻ സാധ്യതയുണ്ട്. വർക്ക്ഷോപ്പുണ്ട്. വർക്ക്ഷോപ്പ് അന്വേഷിച്ച് നടക്കുമ്പോൾ കാർ വാഷ് കിട്ടും. പെട്രോൾ അടിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, പെട്രോൾ അടിക്കണ്ട. താഴേക്ക് പോയിട്ട് അടിക്കാം. താഴോട്ടിറങ്ങിയാൽ ചിലപ്പോൾ പെട്രോളിന് വില കൂടുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ല ബുദ്ധി. ഇവിടെ പെട്രോളിന് വില കുറവാണ്. ഇവിടെ 90 ആണ്. ഇവിടെ 90 രൂപയുള്ളൂ. നാട്ടിൽ എനിക്ക് തോന്നുന്നു 107 രൂപയാണ്.
നല്ല ലാഭമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പെട്രോളും കൂടി അടിച്ചിട്ട് നമുക്ക് പോകാം. ഈ സൈഡ് തന്നെ നിർത്തിക്കുകയാണ്. പെട്രോൾ അടിച്ച് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഇനി തുടരുന്നതായിരിക്കും. 90-70 പെട്രോളിൻ്റെ വില. എത്ര കയറും നോക്കാം നമുക്ക്. എന്തായാലും എനിക്ക് തോന്നുന്നു 1/2 ടാങ്ക് അടുപ്പിച്ച് മുകളിൽ പെട്രോൾ കിടപ്പുണ്ട്. അപ്പം അധികം കയറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാലും 1000 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 1122. പോയാലോ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടരാം. കാർ വാഷ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. വണ്ടി ഇത്രയും മോശമായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങിയ പിന്നെ ഓടിച്ചിട്ടില്ല അല്ലേ സാറേ? തീർച്ചയായിട്ടും അത്രയും ചെളിയും പൊടിയല്ലായിരുന്നു. അതാണ് അത് ഭയങ്കര മൊത്തം നമ്മൾ 5-6 മണിക്കൂർ ഓഫ് റോഡാണ് ഓടിച്ചത്. അതാണ് അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ ദിവസം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തെങ്കിലും കാരണവശാല് നമ്മുടെ വണ്ടിയിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഇടിച്ചാൽ പോലും അവന്മാര് വലിയ എമൗണ്ട് ഒക്കെയാണ് ചോദിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് വണ്ടി ഇടിച്ചിട്ട് അങ്ങോട്ട് കാശ് കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി. പാർക്ക് ചെയ്തിട്ട് പോയാലും കുഴപ്പം തന്നെയാണ്. എവിടെയെങ്കിലും നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വണ്ടി നമ്മുടെ വാഹനത്തെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ അവർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അവിടെ പാർക്ക് ചെയ്തത്? പാർക്കിംഗ് സ്പേസിൽ നിങ്ങൾ അവിടെ പാർക്ക് ചെയ്തുകൊണ്ടല്ല ഞങ്ങളുടെ വണ്ടി തട്ടിയത് എന്നാണ് അവരുടെ ന്യായം. അപ്പം നമ്മൾ പോലീസിൽ പോയി പരാതി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെറും പരാതികൾ മാത്രമായി മാറുമെന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ ഇവർക്കാണ് പ്രിവിലേജ്. അതാ ഞാൻ പറഞ്ഞേ, ഇവരിവിടെ എന്ത് തീരുമാനിക്കുന്നോ അത് മാത്രമേ നടപ്പാക്കൂ. അങ്ങനെയൊക്കെ ഒരു കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഉണ്ട് സാർ, ഉണ്ട്. കയറ്റിക്കും, ഒന്നും നോക്കണ്ട, വളച്ചും കയറ്റിക്കും. മോനെ തകർത്ത്. ചേട്ടാ ഒന്ന് കാർ വാഷ് ചെയ്ത് തരണേ, ഭയങ്കര ചെളിയാണേ. ആളില്ലെന്നാണ് പറയുന്നത്. പോട്ടെ കുഴിയിലേക്ക് ഇടണ്ട. പോട്ടെ അങ്ങോട്ടെ റൈറ്റ്. പോട്ടെ നേരെ പൊക്കോട്ടെ. കുഴപ്പമില്ല, മുട്ടുമ്പോൾ നിൽക്കും. കഴിഞ്ഞില്ല? ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ കാർ വാഷ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഇനി കാർ വാഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ. പൈപ്പ് ഒന്ന് പിടിപ്പിക്കട്ടെ എന്ന്. ആ പൈപ്പ് ഒന്ന് പിടിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ഫുള്ളൊന്ന് അടിച്ച് കഴുകി സെറ്റാക്കണം. വേറെ ഒരു നിവൃത്തിയില്ല, അതുപോലെ ചെളിയാണ്. പക്ഷെ എൻ്റെ പൊന്നതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്നുണ്ടോ? ഡാമിലുള്ള എല്ലാ ചെളിയും ആ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ 2 കസേര കിട്ടി. ഞങ്ങൾ രണ്ടുപേരും കസേരയിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരത് പെട്ടെന്ന് വാഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ചെക്കൻ നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ വാഷ് ചെയ്യുന്നുണ്ട്. അടിയൊക്കെ നല്ല കഴുകി ഇറക്കി എടുക്കുന്നുണ്ട്. നല്ല ചെളിയാണെങ്കിൽ താഴേക്ക് ഒഴുകി വരുന്നത്. നല്ല ചെളി തന്നെയായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ എന്ത് ചെളിയായിരുന്നു. വഴിയും ദുർഘടം പിടിച്ചത്, കൂട്ടത്തെ ചെളിയും. പിന്നെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ 4 വീലിട്ട് ഓടിച്ചു. അങ്ങനെയൊക്കെ എന്തായാലും സേഫായിട്ട് നമ്മൾ ഡാമിൻ ആ ഒരു പ്രദേശത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്ന്. വണ്ടിക്ക് ഇതുവരെയായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്. സസ്പെൻഷനൊക്കെ അത്യാവശ്യം പണിതിട്ടാണ് പോയത്. എന്നാലും ഒരു മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു. സസ്പെൻഷൻ വല്ല പണി വരുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓഫ് റോഡൊക്കെ പോയ സമയത്ത്. എന്നാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം പോയി വന്നു. അപ്പോൾ എന്തായാലും ഇത് കഴുകട്ടെ. അങ്ങനെ നമ്മുടെ കാർ വാഷൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എത്രയായി സാറേ ചാർജ്? കാറ് 300 രൂപ. നഷ്ടമില്ല, അത്രയ്ക്ക് ചെളി ഉണ്ടായിരുന്നല്ലോ. അത് തന്നെ. അല്ല, നമ്മുടെ നാട്ടിൽ 300 രൂപയ്ക്ക് അടിച്ച് എന്തായാലും കിട്ടില്ലല്ലോ, അറിയാലോ. ശരി. 300 രൂപയ്ക്ക് എന്തായാലും നമ്മുടെ നാട്ടിൽ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഒരു സാധാ കാറ് കഴുകുന്നതിന് അവർ വാങ്ങിക്കുന്നത് 500-600 വാങ്ങിക്കും. ട്രിവാൻഡ്രത്തൊക്കെ ആ റേറ്റ് വാങ്ങിക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ നമ്മുടെ ഇപ്പോൾ കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളുടെ അവിടെയൊക്കെ 400 ചിലർ മേടിക്കുന്നത്. 400-450 വലിയ വാഹനമാണെങ്കിൽ ചിലർ 500 വാങ്ങിക്കും. ട്രിവാൻഡ്രത്ത് വലിയ വാഹനത്തിന് 700 വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഇവിടെ 300 രൂപയ്ക്ക് ലാഭമാണ്. നമ്മൾ ആസാമിൽ നിന്ന് വരുന്ന വഴിക്കൊന്ന് വാട്ടർ സർവീസ് ചെയ്തിരുന്നു. അവിടെ ഞങ്ങൾക്ക് 200 ആയുള്ളൂ അല്ലേ? 200 രൂപയെ ഞങ്ങൾക്ക് അവിടെ ആയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി റൈറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. നേരെ പോകാൻ വഴി ഭയങ്കര മോശമാണ്. അപ്പോൾ റൈറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല വഴി കിട്ടും. നേരെ പോയാലും ഇറ്റനഗർ പോകാം, ഇങ്ങനെ പോയാലും ഇറ്റനഗർ പോകാം. ഇറ്റാനഗർ വഴിയാണ് നമ്മൾ ആസാമിലേക്ക് പോകുന്നത്. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പോൾ 1.6 കിലോമീറ്റർ നേരെ പോകാനാണ് അവർ പറയുന്നത്. എന്തായാലും പോയി നോക്കാം. വഴിക്ക് കുറച്ചുകൂടെയൊക്കെ വീതി കൂട്ടായിരുന്നു അവർക്ക് ഇവിടെ. കാരണം ഇതിപ്പം ഇറ്റാനഗർ അവരുടെ പ്രധാന ക്യാപിറ്റൽ അല്ലേ? ഇറ്റാനഗറാണ് അരുണാചലിലെ ഏറ്റവും വലിയ പട്ടണം. അത് മാത്രമല്ല അവരുടെ ക്യാപിറ്റൽ സിറ്റി. അതാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെയൊക്കെ വഴിക്ക് വീതി കൂട്ടാമായിരുന്നു. ഇവരുടെ ഓഫീസൊക്കെ വർക്ക് ചെയ്യുന്ന പ്രധാന ഒരു പ്രദേശമല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വലിയ ജനസംഖ്യ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജനസംഖ്യ തിരക്കൊക്കെ ഒന്നും ഇല്ലല്ലോ. ഇല്ല. എന്നാലും
നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഇതിനേക്കാളും തിരക്കുണ്ട്. അത് ശരിയാ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന സ്കോർപ്പിയോ ആണ്. എല്ലാ സ്ഥലങ്ങളിലും സ്കോർപ്പിയോ ഉണ്ട്. പിന്നെ മഹേന്ദ്രയുടെ ബൊലോറോ ഉണ്ട് അത്യാവശ്യം. പിന്നെ ടാറ്റയുടെ യോധ നമുക്ക് കുറെ കാണാൻ സാധിക്കും. ടാറ്റ മൊബൈൽ എന്നാണ് ഇവർ പറയുന്നത്. മൊബൈൽ അങ്ങനെ എന്തോ പേരാ പറയുന്നത്. അത് ഈ ഗുഡ്സൊക്കെ കൊണ്ടുപോകാനായിട്ട്, സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. ബൊലോറോയുടെ പിന്നെ ക്യാമ്പറുണ്ട്. നമ്മുടെ അച്ഛൻ്റെ ഇരിക്കുന്ന ടൈപ്പ് ക്യാമ്പർ ഉണ്ടല്ലോ, ജോമൻ അച്ഛൻ്റെ ഇരിക്കുന്നത് ആ മോഡൽ ക്യാമ്പർ നമുക്കിവിടെ കുറേ കാണാൻ കഴിയും. സ്കോർപ്പിയോ ആണ് ഇവിടെ തരംഗം. സ്കോർപ്പിയോ, പിന്നെ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് മെച്ചമുള്ള ആൾക്കാരൊക്കെ ഫോർച്യൂണർ വാങ്ങിക്കാറുണ്ട്. ഫോർച്യൂണർ നമ്മൾ കുറെ ധാരാളം കണ്ടിട്ടുണ്ട്. കാറുകളിൽ നമ്മൾ എക്സ്പ്രസോ കുറെ കാണുന്നുണ്ട്. കാറുകളിൽ കുറെ എക്സ്പ്രസോ ആണ് കൂടുതലും. മാരുതിയുടെ വണ്ടിയാണ് ഇവര് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഹൈൻഡയുടെ വണ്ടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും മൊത്തത്തിൽ മാരുതിയാണ് അവരുടെ ഒരു പ്രധാന ഇഷ്ടപ്പെട്ട വാഹനം, മഹേന്ദ്ര കഴിഞ്ഞാൽ. പിന്നെ ഇപ്പം സ്കോർപ്പിയോ ഉള്ള ആൾക്കാരൊക്കെ ഒരു എക്സ്പ്രസോയോ അല്ലെങ്കിൽ മാരുതിയുടെ സ്വിഫ്റ്റോ ഒക്കെ ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എക്സ്പ്രസോ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം കൂടിയുണ്ട്. അതിന് കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ആ വണ്ടി എക്സ്പ്രസോ. അപ്പോൾ അത് ഇവിടെ കുറേ ഉണ്ട്. കാരണം ബേസിക്കലി മറ്റ് വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേന്മ. അതുകൊണ്ടാണ് അത് അവർ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് കേട്ടോ സാറേ. റോണോ വില്ലേജ് എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. റോണോ, ബ്രൂണോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നഗരത്തിനകത്ത് തന്നെയുള്ളൊരു വില്ലേജാണ്. അത് തന്നെ, റോണോ എന്നൊരു പേര് അങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇവിടുത്തെ പേരുകളെല്ലാം അങ്ങനത്തെ ഒരു ടൈപ്പ് പേരുകളായിരിക്കും. എന്തോ പറഞ്ഞു 200 മീറ്റർ കഴിയുമ്പോൾ ഒരു ഫ്ലൈറ്റ് ലെഫ്റ്റ് പിടിച്ച് പൊക്കളാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് കട്ടറായിരുന്നു. പക്ഷെ എൻ്റെ പനി, ഇവിടുത്തെ പ്രധാന നഗരങ്ങളൊക്കെ അവരുടെ മുഴുവൻ വഴി മോശമാണ്. ഇവിടെയെങ്കിലൊക്കെ അവർക്കൊന്ന് ടാർ ചെയ്തിടായിരുന്നു. കണ്ടില്ല, ഇവിടെയൊക്കെ കട്ടറാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഡാമിനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അറിയാം അവിടുത്തെ വഴിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ്. ഇവിടെ അത്ര മലയൊന്നും അങ്ങനെ അടുപ്പിച്ചൊന്നുമില്ല. വീതിയുള്ള സ്ഥലങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ ടാർ ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വഴിക്ക് വീതി ഉള്ളത്. ഇവിടെ എന്തോ ഒരു മാർക്കറ്റാണല്ലോ. ഇവിടെ ആഴ്ചച്ചന്തയാണ്. ഇവിടെ ഒരു ആഴ്ചച്ചന്ത പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ആഴ്ചച്ചന്ത ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പൂക്കളും പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, ഓറഞ്ച്, ചെരുപ്പ്, തുണി, ഇതാ മീൻ പിടിക്കുന്ന വല, ഓറഞ്ച് കുറേ ഉണ്ട്. ഓറഞ്ച് നമ്മൾ കുറേ കഴിച്ചല്ലോ അല്ലേ സാറേ? അരുണാചലിൽ എവിടെ പോയാലും ഓറഞ്ച് ഉണ്ട്. ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിൽ നമുക്ക് ഓറഞ്ച് കാണാൻ കഴിയും. അങ്ങനെ ഒരു ചെറിയ മല ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റാനഗറിലേക്ക് അധികം ദൂരം കാണാൻ സാധ്യതയില്ല. ഇവിടെ നിന്ന് ഇനി ഒരു 10-15 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഇറ്റാനഗർ എത്തുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇറ്റാനഗർ ടൗണൊക്കെ പാസ് ചെയ്തിട്ട് വേണം നമുക്കിനി പോകാനായിട്ട്. ഇറ്റാനഗർ പോയി കഴിഞ്ഞാൽ സാറിന് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് കിട്ടും കഴിക്കാനുള്ള. നല്ല പുഴു ഫ്രൈ നമ്മൾ കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഗ്രാമങ്ങളിൽ പോയിട്ട് അവരുടെ ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ 2 മേടിച്ച് ടേസ്റ്റ് ചെയ്യായിരുന്നു. സാറ് കഴിക്കുമായിരുന്നോ? 2 പുഴു ഫ്രൈ അല്ലേ? 2 പുഴു ഫ്രൈ. ഇത് പഴയൊരു ചൊല്ലുണ്ടല്ലോ, ചേരിയെ തിന്നുന്ന നാട്ടിൽ ചെന്നാല് നടത്തുണ്ടം തന്നെ തിന്നണം. അതെ 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 അതെ. ഒരു പുഴു നന്നായിട്ടൊക്കെ ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് ശ്രമിക്കായിരുന്നു. അതാണ്, നല്ല പ്രോട്ടീൻ അല്ലേ? അതാണ്, അതെനിക്കറിയില്ലെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെയും കാർ വാഷ്. ഇപ്പൊ എവിടെ തിരിഞ്ഞു നോക്കിയാലും കാർ വാഷ് ആണല്ലോ സാറേ. അതെ. ഒരു പുഴ എത്തി കേട്ടോ. ഇറ്റാനഗർ പുഴയാണോ? ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് സിറോയ്ക്ക് പോകാം. നല്ല അടിപൊളി സ്ഥലമാണ് സീറോയിലേക്ക് എന്തായാലും പോകണം. സീറോ സൂപ്പർ സ്ഥലമാണ്. സീറോ വാലി, താഴ്വാരം, സീറോ വാലി. ഇറ്റാനഗർ 23. ഓ അത്ര ഉണ്ടല്ലേ? 15 അല്ല കേട്ടോ, സോറി. അപ്പോൾ 23 കിലോമീറ്റർ ഉണ്ട് ഇനി ഇറ്റാനഗറിലേക്ക്. ഈ സീറോ വാലിയിലാണ് ഈ അപ്പത്താനി ട്രൈബ്സ് അരുണാചലിലുള്ളത്. അതും ശരിയാണ്, അവരുടെ ഒരു കേന്ദ്രമാണ് സീറോ വാലി. അതുപോലെ ഒരു ചെറിയൊരു ടൗൺ കൂടിയാണ് സീറോ വാലി. അവിടെ ഒരു 50,000-ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത് സീറോ വാലി. നെൽകൃഷിയും പിന്നെ ചില മാസങ്ങളിലൊക്കെ ചെന്ന് നിറയെ പൂക്കളും ഒക്കെയാണ്. പിന്നെ ഈ അരുണാചലിൽ ഒരുപാട് ട്രൈബ്സ് ഉണ്ടല്ലോ, അതില് ഈ അപ്പത്താനി ട്രൈബ്സ് ആണ് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡും. അവരാണ് അരുണാചലിൽ വിദ്യാഭ്യാസം ആർജിച്ചിട്ടുള്ള ആദ്യത്തെ ട്രൈബ്സ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സകല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഒക്കെ ഈ അപ്പത്താനി ട്രൈബ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ മറ്റ് ട്രൈബ്സുമായിട്ടൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ വളരെ കൾച്ചേർഡും വളരെ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരും ഒക്കെയാണ് അപ്പത്താനി ട്രൈബ്സ്. അപ്പോൾ അവരുടെ ഒരു സ്ഥലമാണ് സീറോ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ അവിടെ ഭയങ്കര തണുപ്പാണ് ആ സ്ഥലത്ത്. അത് മാത്രമല്ല ചൂട് സമയത്ത് അങ്ങനെ ചൂട് അവിടെ ഉണ്ടാവില്ല.
ഇറ്റാനഗറിലൊക്കെ ഭയങ്കര ചൂടാണെന്നാണ് അച്ഛൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. പക്ഷേ സീറോയിൽ അങ്ങനെ ചൂടുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സീറോ വാലി. ഇപ്രാവശ്യം നമുക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല, മിസ്സായി. നമുക്ക് സമയമില്ല, നാട്ടിലേക്ക് തിരിച്ച് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ യാത്രയിൽ നമ്മൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതിന്റെ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുത്തെടുത്ത് പോകുന്നത് അല്ലേ? യെസ്, തീർച്ചയായും. ഇവിടെ അരുണാചൽ പ്രദേശിൽ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ പറയുന്ന അപ്പത്താനി എന്ന് പറയുന്നത് അല്ലേ? അതെ, ഓരോ ട്രൈബിനും അവരുടേതായ ഭാഷകളും ഡയലക്റ്റുകളും ഒക്കെ ഉണ്ട്. പലതിനും ലിപിയൊന്നുമില്ല, സംസാര ഭാഷ മാത്രമാണ്. അത് പിന്നെ നമ്മൾ സഞ്ചരിച്ച് വന്നിട്ടുള്ള ഒഡീഷ ആയാലും ആന്ധ്രാപ്രദേശ് ആയാലും വെസ്റ്റ് ബംഗാൾ ആയാലും ആസാം ആയാലും ഈ ഭാഗത്തൊക്കെ ഉള്ള ട്രൈബൽ പീപ്പിൾ അവർക്ക് അവരുടേതായ ഡയലക്റ്റുകളും അവരുടേതായ ഭാഷകളും ഒക്കെ ഉണ്ട്. ചില ഭാഷകളൊക്കെ കാലക്രമത്തിൽ ഇല്ലാതായി തീരുന്ന ഭാഷകളും ഉണ്ട്. എന്റെ ഒരു നിരീക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്തൊരു 10-20 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ ഭാഷ ഹിന്ദിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതല്ലേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ഈ ഡാമിലെ ഉൾപ്രദേശങ്ങളിൽ പോയപ്പോഴും അതുപോലെ തന്നെ ആ വനത്തിനുള്ളില് നമ്മൾ ആ ഗ്രാമത്തിൽ പോയില്ലേ, നടന്ന് വനത്തിന്റെ ഉൾവനത്തിൽ പോയപ്പോൾ അവിടെയൊക്കെ ഇവർ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഹിന്ദി അവർ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് മിക്കവാറും എല്ലാം കാണുന്നത് ഹിന്ദി TV ചാനൽസ് ആണ്. അപ്പൊ അത് കണ്ട് അവര് ഹിന്ദി അവർക്ക് നല്ല വശമായിട്ടുണ്ട്. അപ്പൊ അവര് പല ട്രൈബ്സും അല്ലെങ്കിൽ പല ആൾക്കാരും ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരും തമ്മിൽ സംസാരിക്കുന്നത് പോലെ ഹിന്ദിയിലാണ്. നമ്മൾ കണ്ടതും കേട്ടതും അല്ലേ അത്. പിന്നെ കൊച്ചുകുട്ടികളും സംസാരിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിന്റെ ഒരു പൊതു സംസാര ഭാഷയായിട്ട് കാലക്രമത്തിൽ ഹിന്ദി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നിഷിയൊക്കെ ഇനി അവരുടെ ഭാഷ കുറയും. അതെ, നിഷി അങ്ങനെ കുറെ ഭാഷകൾ നമ്മള് അപ്പത്താനി. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ. ഇനി ഒരു 20 കിലോമീറ്റർ കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ ഇറ്റാനഗർ ആവും. ഇറ്റാനഗറും കടന്ന് നമ്മൾ നേരെ ആസാം ബോർഡറിലേക്ക് പോകും. ആസാം ബോർഡറിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ഗുവാഹട്ടി. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇറ്റാനഗർ ടൗണിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനിയിപ്പോൾ അധികം ദൂരമില്ല ഇറ്റാനഗർ ടൗൺ ആകാനായിട്ട്. ഇതൊക്കെ ടൗണിൻ്റെ ഭാഗങ്ങളാണ്. പ്രധാന ടൗൺ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് ഇനി അധികം ദൂരമില്ല. ഇവിടെ കുറച്ച് വീതി ഉണ്ട് കേട്ടോ. ഇവിടെ 4 ലൈൻ പാതയാണ്. ഇതുപോലെ അങ്ങോട്ടൊക്കെ ആക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. വഴിപണി നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 4-5 വർഷം കൊണ്ടൊക്കെ ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സുമോ സർവീസ് ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ സുമയാണ് ടാക്സി സർവീസ്. അപ്പോൾ ഇതാണ് ഇറ്റാനഗറിൻ്റെ ടൗണിൻ്റെ ആരംഭം. ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് ടൗണാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ചെറിയ ബ്ലോക്കൊക്കെ കാണും. നമ്മുടെ ജിനുഭായിയുടെ കടയൊക്കെ ഈ ഒരു ഭാഗത്താണ്. ഹോട്ടൽ മലബാർ നോക്കി പോയി കഴിഞ്ഞാൽ കേരള ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാമായിരുന്നു. അണ്ടർപാസ് സാറിന്റെ നാട്ടിലുള്ള പോലെ NH 415 സാറിന്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് പോലെ അല്ലേ? അതെ. അതെവിടെയായിട്ട് പട്ടമല്ലല്ലോ അത് പാളയത്തല്ലേ? പാളയത്ത് യൂണിവേഴ്സിറ്റിയുടെ ശരി. യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ കൂടെ കടന്ന് അങ്ങനെയൊക്കെ പോകുന്നത് എയർപോർട്ടിലേക്ക് പോകാറ്. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷം മുന്നേ വരുന്ന സമയത്ത് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു. പിന്നെ കുറേ ചുറ്റി കറങ്ങിയിട്ടൊക്കെ വേണമായിരുന്നു ഓരോ ഭാഗത്തേക്ക് പോകാനായിട്ട്. പ്രധാന വഴി അടച്ചു കഴിഞ്ഞാലത്തെ ഒരു പ്രശ്നം അതാണ്. പിന്നെ വേറെ വഴിയൊക്കെ കണ്ടുപിടിച്ച് പോകുമ്പോഴത്തേനും നമ്മൾ പെടും. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യൻ ഓയിലിന്റെ പമ്പുകളാണ്. ആസാം ഓയിൽ. ആസാമിൽ റിഫൈനറി ഉള്ളതുകൊണ്ടായിരിക്കില്ല ആസാം ഓയിൽ എന്നൊരു പേര്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആസാമിലെത്തി ആസാം ഓയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ആസാം മുതൽ നമ്മൾ കാണുന്നതാണ് ആസാം ഓയിൽ എന്ന് പറയുന്നത്. റിഫൈനറി ഒക്കെ അവരുടെയാണ്. ആസാം ഓയിൽ റിഫൈനറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടിരുന്നു. എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മളങ്ങനെ ഇറങ്ങി അങ്ങനെ പോവുകയാണ് ഇറ്റാനഗർ ടൗണിലൂടെ. ഇതാണ് ഇവരുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ഇറ്റാനഗർ. യെസ്, ഇതാണ്. ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഈ മലയുടെ ചരിവുകളിലൊക്കെ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രദേശം അല്ലാത്തതുകൊണ്ടും മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമായതുകൊണ്ടും മലം ചരിവുകളിലൊക്കെയാണ് ഇവിടെ ഒരുപാട് കെട്ടിടങ്ങൾ കാണപ്പെടുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഒരു സാധാരണ നഗരത്തിലുള്ള പോലുള്ള കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ അവിടെ കാണാൻ പറ്റും അല്ലേ? ഇരുവശങ്ങളിലും അത് തന്നെയാണല്ലോ. ഇരുവശങ്ങളിലും അത് തന്നെയാണ്. അത്യാവശ്യം നല്ല ബിൽഡിങ്ങുകളാണ്. ബാങ്കുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ഹോട്ടലുണ്ട്, സാംസങ്ങിന്റെ ഷോപ്പുണ്ട്, ഹോട്ടൽസ് ഉണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. പോലീസുകാരൊക്കെ ഇടയ്ക്ക് മുട്ടിനൊക്കെ കാണാം. അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് അവരുടെ സിവിൽ സെക്രട്ടേറിയറ്റ്. ക്യാമറ അങ്ങോട്ട് പിടിച്ചേ. അത് തന്നെ അരുണാചൽ സിവിൽ സെക്രട്ടേറിയറ്റ്. അവിടെയാണ് അവരുടെ ഭരണസിരാ കേന്ദ്രം.
സിവിൽ സെക്രട്ടേറിയറ്റ് അതും കണ്ടു. അത്യാവശ്യം നല്ലൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ മുന്നിലൊക്കെ ആണെങ്കിലും മതിലിലൊക്കെ നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും നല്ല ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ബുദ്ധിപരമായി നീങ്ങിയിട്ടുണ്ട് അവർ. അവരുടെ കൾച്ചറലുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെയാണ് അവരത് വരച്ചിരിക്കുന്നത്. ട്രൈബിനെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ ഡ്രസ്സ്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. പഴയ രീതിയിലുള്ള ഡാൻസിനെ കുറിച്ചും പിന്നെ അവരുടെ വാദ്യോപകരണങ്ങൾ അതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാം. ആ ഒരു മതിലിൽ ഇവിടെ കുറേ മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് PWD, അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ്, പല സ്ഥാപനങ്ങളിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അധികം ആൾക്കാർ ഇവർ അപ്പോയിന്റ് ചെയ്യുന്നില്ല. തദ്ദേശീയര് അതിന് പകരമായിട്ട് അവർ വിദ്യാഭ്യാസമൊക്കെ ആർജിച്ച് അവർ ഗവൺമെന്റ് സർവീസിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ മലയാളികൾ ഇപ്പോൾ വരാതായി. മുന്നേ ഗവൺമെന്റ് സർവീസിൽ ഒട്ടുമിക്കവരും മലയാളികളൊക്കെ ആയിരുന്നു പഴയ തലമുറ. അതെ, കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അവരൊക്കെ റിട്ടയർ ചെയ്ത് പോയാൽ അതിന് പകരമായിട്ട് വിദ്യാഭ്യാസം ആർജിച്ച അരുണാചൽ പ്രദേശ് സ്വദേശികൾ സ്ഥാനം ഏറ്റെടുക്കും. അതെ, പുതുതലമുറകൾ വരുന്നതായിരിക്കും ഇവിടെ. എവിടെയാണോ മലബാർ ഹോട്ടൽ? ജിനുവിന്റെ ഹോട്ടൽ കാണുന്നു, മലബാർ റെസ്റ്റോറന്റ്. ജിനുവിന്റെ ഹോട്ടൽ. അതെ അതെ. ജിനുബായി, ഞങ്ങൾ പോവുകയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കാണുമെന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ കയറാനുള്ള സമയം വളരെ കുറവാണ്, പാർക്കിങ്ങും കുറവാണ്. ഗുവാഹട്ടിക്ക് 327 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. അതാണ്. ചിമ്പു ഉണ്ട് കേട്ടോ, ചിമ്പു. നമ്മുടെ ചിമ്പുവിൻ്റെ നാട്ടുകാരനാണ്. തേജ്പൂരുണ്ട് 155. തേജ്പൂർ പോകുമ്പോൾ ഒരു സാധനം മേടിക്കണ്ട സാറിന്. വട്ടയാണോ മേടിക്കണം പറഞ്ഞല്ലോ. വണ്ടിക്കകത്ത് സ്ഥലമുണ്ടോ കിടക്കാനായിട്ട്? അത് നോക്കാം. എല്ലാം കൂടെ അവസാനം തലയെ വെച്ചുകൊണ്ട് കിടക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയെങ്കിലും കിടക്കാൻ നേരത്ത് കുറച്ചുകൂടെ ഒക്കെ സ്പേസ് ജിപ്സിക്ക് തന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. വീതി ഇത് കറക്റ്റാ. ഒരു നീളം കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ? അതെ അതെ, നമുക്ക് വീതി ഇത് മതി, ധാരാളമാണ്. കാരണം എവിടെയും പോകാൻ പറ്റും. ചെറിയ ഗലി വഴിയൊക്കെ പോകണമെങ്കിൽ അതാണ്, ഇതാണ് പെർഫെക്റ്റ്. ഓക്കെ. ഇറ്റാനഗർ നഗരത്തിന്റെ ആ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ഇറ്റാനഗർ ടൗണിനോട് താൽക്കാലികമായിട്ട് ഇവിടെ പറഞ്ഞു. ഇനി അല്പം താമസിക്കാതെ അരുണാചലിനോട് നമ്മൾ ഇവിടെ പറയും താൽക്കാലികമായിട്ട്. NH 117 115 അവിടെ എന്താ NH 15 കാണിക്കുന്നത്. ഇത്ര പെട്ടെന്ന് NH മാറിയോ? മുമ്പ് 415 ആയിരുന്നു. 415 ആയിരിക്കും 15 മാറിയതാണ്. അതതിന് ചിലപ്പോ 4 മുറിഞ്ഞു പോയതായിരിക്കും. അതാണ് ഇപ്പൊ ബോർഡിൽ 4 മുറിഞ്ഞതായിരിക്കും. നിലവിൽ 15 കാണിക്കുന്നുള്ളൂ. ലെഫ്റ്റ് ആണേ, ലെഫ്റ്റ്. ഇവരെന്താ വളരെ സ്ലോയില് കഥയൊക്കെ പറഞ്ഞു പോകും. മെയിൻ റോഡാന്നുള്ള ഒരു ധാരണ അവർക്കില്ല. നമ്മൾ വേണമെങ്കിൽ നിർത്തി അവരെ കടത്തി വിട്ടതിന് ശേഷം പൊക്കാം. അതാണ് ഇവിടുത്തെ ഒരു നയം. നമ്മൾ എന്തായാലും അതനുസരിച്ചേ പോകുള്ളൂ. വെറുതെ ഇടി മേടിച്ച് വാരിക്കൂട്ടുണ്ടല്ലോ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെമാർക്ക് ഇടിയും തോക്കെടുത്ത് ഇടി വെക്കുക, വാളെടുത്ത് അരിയുക, ഇതൊക്കെയാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട. ഇവന്മാരുടെ ഒരു ഗോത്ര സ്വഭാവമാണ്. പക്ഷേ ഇവന്മാര് ഇവരുടെ ബോർഡറിനകത്ത് കിടന്നേ കളിക്കുള്ളൂ. അതാണ്, ബോർഡർ കടന്നു കഴിഞ്ഞാൽ പൂച്ചയാണെന്നാണ് പറയുന്നത്. നീയൊക്കെ അങ്ങ് ആസാമിലേക്ക് വാടാ എന്ന് പറഞ്ഞ പോലെ. ഇത് നമ്മുടെ അനുഭവമല്ല പറയുന്നത്, ഇത് പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. അതെ അതെ, പാണ്ടിപ്പടയ്ക്കകത്ത് കൊച്ചിങ്ങിനിപ്പോ പറഞ്ഞ പോലെ നീയൊക്കെ അങ്ങ് ഇന്ത്യയിലേക്ക് വാടാ എന്ന് പറഞ്ഞിട്ട് പോവാ ഇവിടുന്ന്. അതാണ്. താങ്ക് യു, വിസിറ്റ് അഗൈൻ. ഓക്കെ, ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. വഴിയൊക്കെ നന്നാക്കി ഇടൂ. ഭയങ്കര ഗർത്തമാണല്ലോ. ഭയങ്കര ഗർത്തമാണ്. അതൊന്ന് പതുക്കെ ഇറക്കിയാൽ മതി. ഒരു ടൗണിലെ ഗർത്തമാണ് നമ്മളിപ്പോ കണ്ടത്. അങ്ങ് ഡാമിന് പോയിട്ട് പോലും മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബിൽഡിംഗ് ഈ ഭാഗത്ത് അതവിടെ ഉണ്ടായിരുന്നല്ലേ? അതും കഴിഞ്ഞു. അങ്ങനെ താങ്ക് യു, വിസിറ്റ് അഗൈൻ പറഞ്ഞു. നമ്മളങ്ങനെ ഇറ്റാനഗറിനോട് വിട പറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി ചവിട്ടി പിടിച്ചോ ഷായ്പാപ്പ, ഒന്നും നോക്കണ്ട. ആസാമിൽ കൊണ്ട് ചവിട്ട് നിർത്തിക്കോ. ഇതിനിടയ്ക്ക് പറ്റുമെങ്കിൽ ഒരു ചായയും കുടിക്കണം. ഇറങ്ങി എവിടെയെങ്കിലും കട കണ്ടു കഴിഞ്ഞാൽ നിർത്തിക്കോ, ഒന്നും നോക്കണ്ട. കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ എന്തോ പരിപാടി നടക്കുന്നത് പ്രമാണിച്ച് റോഡിൽ മുഴുവനും ബ്ലോക്ക്. വാഹനങ്ങളെല്ലാം ഹസാഡൊക്കെ ഇട്ട് പതുക്കെ പോകുന്നുണ്ട്. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അണിഞ്ഞ് അവരും പോകുന്നുണ്ട്. കണ്ടോ, ഇല്ലേ പ്രായമായുള്ളൊരു അമ്മച്ചി അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. ഇതാണ് കേട്ടോ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. ഇതാ ഉണ്ടോ ഒരു ചേട്ടൻ പോകുന്നത്, ഒരു മുണ്ട് പോലെ അവർ ഉടുക്കുന്നുണ്ട്. ഒരു മുണ്ട് പോലെ ഉടുക്കുന്നുണ്ട്. പാൻറ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പ്രായമായ ആൾക്കാരൊക്കെ പാൻ്റല്ല, അവരൊരു വേറെ ടൈപ്പ് ഡ്രസ്സാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീകൾ ഇങ്ങനെ ഒരു മുണ്ട് പോലെ, സ്ത്രീകൾ മുണ്ട് പോലെയാണ്. കണ്ടോ അവരുടെ ദാവുണ്ട്, കത്തി കണ്ടോ അരയില്. എന്തോ പരിപാടി ഇന്ന് നടക്കുന്നുണ്ട്, എന്തോ ഫംഗ്ഷൻ ഉണ്ട് ഇന്ന് ഇവർക്ക്. അതായിരിക്കണം കല്യാണമോ മറ്റെന്തെങ്കിലും ചടങ്ങുകൾ കണ്ട. തൊപ്പിയൊക്കെ കണ്ട. തൊപ്പിയൊക്കെ നല്ല രസമാണ്. അത് അവരുടെ കൊട്ട, അതോടൊപ്പം തന്നെ അവരുടെ തോളിൽ പുറകെ കിടക്കുന്ന ആ ഒരു ബാഗ്, ഒക്കെ ഒരു പ്രത്യേക ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഉണ്ടോ ലേഡീസൊക്കെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ്. കണ്ടോ, ഇതാണ് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഒരു കാഴ്ചയും കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. അവസാന നിമിഷത്തിൽ മഴത്തുള്ളികൾ വീഴുന്നുണ്ട് സാറേ. മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ?
അപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയുടെ ഒരു ശുഭ സൂചകമായിട്ടായിരിക്കും മഴ പെയ്യുന്നത് അല്ലേ? അതെ, മഴ പല അർത്ഥത്തിൽ ആൾക്കാർ കാണാറുണ്ടല്ലോ. ചിലത് വളരെ ഒരു ശുഭമായിട്ടും പിന്നെ ഒരു ദുസ്സഹനമായിട്ടൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. പെരുമഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദുസ്സഹനമല്ലേ? ഞാൻ മഴ നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഇപ്പോഴും. മഴ നല്ല, വയനാട്ടിൽ നീ കണ്ടതല്ലേ മഴ എങ്ങനെയാണ് നാട്ടുന്നത്? അങ്ങനത്തെ മഴ വേണമെന്നില്ല, അതൊരു വല്ലാത്ത മഴയാണ്. ഇത് കുഴപ്പമില്ല, ഇതൊരു വെൽക്കമിങ് മഴയാണ്. അതാണ്, നമ്മൾ ഈ ചെടിക്കൊക്കെ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമല്ലോ വെള്ളം നനച്ച് എന്ന് പറഞ്ഞ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവർക്കൊരു സന്തോഷം, ഈ ചെടികൾക്കൊക്കെ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു സന്തോഷം. ഇങ്ങനെ ചെറിയൊരു സ്പ്രേ പോലെ ഒരു മഴ താഴേക്ക് വീഴുമ്പോൾ. ബോർഡർ കിടക്കാറായില്ല, എന്നാലും ഇവിടെ എന്തൊക്കെയോ ചെക്ക് പോസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടിയൊക്കെ പോയി കഴിയുമ്പോഴത്തേനും അരുണാചൽ ബോർഡർ നമ്മൾ വിടും. ഡോണിപ്പോളോ എയർപോർട്ട് ഇവിടെയാണ് കേട്ടോ അവരുടെ എയർപോർട്ട് ഉള്ളത്. ഈ ഒരു ഭാഗത്ത് ഇറ്റാനഗർ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വരുമ്പോഴാണ് അവർക്ക് എയർപോർട്ട് ഉള്ളത്. അപ്പം അതിന്റെ ഭാഗമായിട്ടായിരിക്കണം അവിടെ പോലീസിന്റെ ഒരു ബാരിക്കാടൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് എയർപോർട്ട് ഉള്ളത്, ഡോണിപ്പോളോ എയർപോർട്ട് ഇറ്റാനഗറിൽ. നാഷണൽ ഹൈവേ 415 കേട്ടോ. അത് തന്നെ. എന്നിട്ട് ഇതിനകത്ത് എന്റെ ഗൂഗിൾ മാപ്പ് കാണിച്ചു നോക്കിയേ, ഇതിനകത്ത് കാണിക്കുന്നത് NH15 എന്നും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നാഷണൽ ഹൈവേ 415. കൊള്ളാം. ഏതാ വിശ്വസിക്കേണ്ടത്? അതാ ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും വളഞ്ഞ് മുകളിലേക്ക് കയറണം എന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അതൊരു ആശ്വാസം. അതാണ് ഒരു ഏക ആശ്വാസം. ഇനി എനിക്ക് തോന്നുന്നു ആസാമിലോട്ട് ഇറങ്ങിയാൽ ഒരു ചായ കുടിക്കാൻ സാധ്യതയുള്ളൂ. സാധ്യതയില്ലാതില്ല. എന്തായാലും കുറച്ച് നല്ല വഴി ഉണ്ടെന്ന് പറയാനായിട്ട് അവകാശപ്പെടാൻ പറ്റുന്നൊരു വഴി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ്. അതായത് ഇറ്റാനഗറിൽ നിന്ന് നമ്മളിപ്പോൾ ആസാമിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, അത്യാവശ്യം നല്ല റബ്ബറൈസ്ഡ് വഴിയാണ്, 4 വരി പാതയാണ്, ഗട്ടറുകളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വഴിയാണ്. ഇതാണ് അരുണാചലിൽ ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചതിൽ കുറേ ദൂരമെങ്കിലും നല്ല വഴിയെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു വഴിയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ബാക്കി എല്ലായിടത്തും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എപ്പോഴും കുറേ ദൂരം നല്ല വഴി കിട്ടും, കുറച്ച് ദൂരം കഴിയുമ്പോൾ പിന്നെയും ഗട്ടറായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഒരു 5 കിലോമീറ്റർ തികച്ച് നല്ല വഴി എന്ന് പറയാനായിട്ട് വേറെ ഒരിടത്തും നമുക്ക് കാണാൻ സാധിച്ചില്ല. അത് പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറ്റാനഗറിൽ നിന്ന് ആസാമിലേക്ക് പോകുന്ന, അതായത് ആ ബോർഡറിലേക്ക് വരെയുള്ള വഴി നല്ല വഴിയാണ്. 4 ലൈൻ പാതയാണ്, നല്ല വീതിയുണ്ട്. പിന്നെ മലനിരകളുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ വഴിയാണ്. ഡോണിപ്പോളോ എയർപോർട്ട്. ഇവിടെയാണ് എയർപോർട്ട് റോഡ് അല്ലേ? അപ്പോൾ ഈ വഴിക്കാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഡോണിപ്പോളോ എയർപോർട്ടിലേക്ക് പോകുന്നത് ആ വഴിയാണ്. അവിടെ ചായ ഉണ്ടോ? അങ്ങനെ അവസാനം ചായ കുടിക്കാൻ പറ്റിയ ഒരു കട കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇനി മുന്നോട്ട് യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇത്രയും ദൂരം നമ്മൾ ഓടിച്ച് ക്ഷീണിച്ച് വന്നതല്ലേ, ഇനിയിപ്പോൾ ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സെറ്റാണ്. ചായ ഉണ്ടോ അവിടെ? ഓറഞ്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിരിക്കുകയാണ് നമ്മൾ. ഇവിടെ ആകെ ഒച്ചപ്പാടും ബഹളമാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല ചായയായിരുന്നു. ചേച്ചിയുടെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ എയർപോർട്ട് റോഡിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ആ ചായക്കട. ഡോണിപ്പോളോ അതാണ് എയർപോർട്ട്. നമ്മളിനി ഏകദേശം 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തും. അത് മാത്രമല്ല ബോർഡർ കൂടിയാണത്, ആസാം അരുണാചൽ ബോർഡറാണ്. അതുവഴി നമ്മൾ നേരെ ആസാമിലേക്ക് കിടക്കും. ബോർഡറിൽ നിന്ന് നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഗുവാഹട്ടിക്കാണ്. ഗുവാഹട്ടി വഴി നമ്മൾ നേരെ സിലിഗുരി അങ്ങനെ വെസ്റ്റ് ബംഗാളൊക്കെ കടന്ന് മുന്നോട്ട് പോകും. അപ്പോൾ ഇതാണ് അരുണാചലിൻ്റെ ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞു ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ആസാം ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ILP എടുത്തത് കേട്ടോ. ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ILP എടുത്തത്. ILP എടുത്തിട്ടാണ് നമ്മൾ നേരെ ആ കയറ്റം കയറി മുകളിലേക്ക് പോയത്, അതായത് ഇറ്റാനഗറിലേക്ക് പോയത്. അപ്പോൾ എന്തായാലും ബോർഡറും കഴിഞ്ഞു. അവിടെ പോലീസുകാരൊക്കെ ഇരിപ്പുണ്ട്. ഇറങ്ങി വരുമ്പോൾ എന്തായാലും അവർ ILP ചോദിക്കില്ല. കാരണം അവർക്കറിയാം ILP എടുത്ത് ആൾക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ചെക്ക് പോസ്റ്റിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരെയും അകത്തേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ എന്തായാലും ആസാം മണ്ണിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ആസാമിലൂടെയുള്ള യാത്ര മുന്നോട്ട് തുടരാം. വെൽക്കം ടു ആസാം. അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ?
ആസാമിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ രീതിയിൽ മഴയൊക്കെ തൂളി തുടങ്ങിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേനും നല്ല മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല മൂടലാണ് കേട്ടോ. ഈ അടുത്തിടയ്ക്ക് ഇത്രയും മൂടിയ ഒരു കാലാവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മഴയൊക്കെ പെയ്യുന്നത് ഈ ഒരു അവസരത്തിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് മഴ നമുക്ക് കിട്ടിയിരുന്നു, പക്ഷേ അത് അത്ര പ്രശ്നമില്ലായിരുന്നു. എന്നാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യാത്രയ്ക്ക് ക്ലേശമായിരിക്കും. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് മാക്സിമം ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ പോകാൻ സാധിക്കില്ല, അതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ പോകാനാണെങ്കിൽ പതുക്കെ എങ്ങനെ പോകാം. പക്ഷേ നമുക്ക് കേരളം വരെ എത്തണമല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആസാം മണ്ണിലൂടെയുള്ള നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. റോഡിൻ്റെ ഇരുവശത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ വീടുകളൊക്കെ കാണാം. കൂടുതലും ടിൻഷീറ്റാണ് മേൽക്കൂരയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ വീടുകൾ മുള കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കോൺക്രീറ്റ് വീടുകളൊക്കെയാണ് പിന്നെ കാണാൻ സാധിക്കുക. ആസാമിലെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളും അവരുടെ വസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആസാമിലെ ഗ്രാമക്കാഴ്ചകൾ എന്താണെന്നും അവരുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാർ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ആസാമിനെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ ഇനി മഴ അങ്ങോട്ട് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഇപ്പോൾ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് നല്ല മഴയായിരിക്കും. അപ്പോൾ നല്ല മഴ അങ്ങ് പെയ്തു തുടങ്ങി. ഇനിയിപ്പോൾ പതുക്കെ പോകാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെടും. വളരെ വേഗത കുറച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗുവാഹട്ടിക്ക് ഇനി 260 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഗുവാഹട്ടിയിൽ നിന്ന് നമ്മൾ പിന്നെയും മുന്നോട്ട് പോകും. നമ്മൾ സിലിഗുരി ഭാഗത്തേക്ക് പോകുന്നതാണ്. മാക്സിമം എത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്രയും കവർ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും മാക്സിമം പോകുന്നത്ര വരെ പോട്ടെ. അങ്ങനെ ഓടിച്ച് മടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ എവിടെയെങ്കിലും രാത്രിയിൽ ക്യാമ്പ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇനി മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ നമ്മുടെ യാത്ര ഗുവാഹട്ടിയിലേക്ക് തുടരാം. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേ തേയിലത്തോട്ടങ്ങൾ കണ്ടു കേട്ടോ. റോഡിൻ്റെ ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ആസാമിലെ തേയിലയുടെ പ്രത്യേകത അറിയാലോ. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ കുന്നിൻ മുകളിലോ കുന്നിൻ ചെരുവുകളിലോ ഒന്നുമല്ല. ഇവിടെ സമതലങ്ങളിലാണ് തേയില നട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ചായയാണ്. കാരണം ഞാൻ നേരത്തെ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് തേയിലപ്പൊടി വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണ് ഇവരുടെ ചായ. നല്ല കടുപ്പമേറിയ ചായയാണ് ആസാം തേയിലയുടെ ചായ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് സ്ട്രോങ് ചായ കുടിക്കേണ്ട ആൾക്കാർക്കൊക്കെ ആസാമിൽ നിന്നുള്ള ചായപ്പൊടി വാങ്ങിച്ച് ചായയിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് കുടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും റോഡിൻ്റെ ഇരുവശങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല, മൂടൽ തന്നെയാണ്. മൂടി അങ്ങ് നിൽക്കുകയാണ്. ചില സമയങ്ങളിൽ മഴ പെയ്യും, ചില സ്ഥലങ്ങളിൽ കുറച്ച് വെയിൽ തെളിയും, പിന്നെ മൂടൽ, അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും പഞ്ചായത്ത് തിരിച്ചാണ് മഴ പെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ അത്യാവശ്യം ഒരു വലിയ റിവർ ഇപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ മുകളിലൂടെ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നദി അറിയപ്പെടുന്നത് കമേങ് റിവർ എന്നാണ്. ഇത് ഹിമാലയൻ സാനുക്കളിൽ നിന്നാണ് ഈ ഒരു നദിയുടെ ഉത്ഭവം വരുന്നത്. അരുണാചൽ പ്രദേശിലെ തവാങ് ഒക്കെ ഉണ്ടല്ലോ, അതിലൂടെയൊക്കെ കടന്നു വരുന്നതാണ്. അതിങ്ങനെ ആസാം വഴി എങ്ങനെ കടന്നു പോകുന്നതാണ് ഈ ഒരു നദി. ഏകദേശം 264 കിലോമീറ്ററോളം നീളുന്നതാണ് ഈ ഒരു നദി. ഇത് വേ ഓഫ് ബംഗാളിൽ പോയിട്ടാണ് അവസാനം പതിക്കുന്നത്. നേരത്തെ ഈ നദി അറിയപ്പെട്ടിരുന്നത് ബരേലി റിവർ എന്നായിരുന്നു കേട്ടോ. അതിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു പുതിയ പേര് വന്നത്. ഈ നദി ആസാമിലെ തേസ്പൂർ പട്ടണത്തിനോട് ചേർന്നാണ് കേട്ടോ ഒഴുകുന്നത്. ഇപ്പോൾ തേസ്പൂരൊക്കെ നമ്മൾ കടന്നു. തേസ്പൂർ ടൗണിലേക്ക് നമ്മൾ പോകില്ല, ബൈപ്പാസ് വഴി ഇങ്ങനെ നാഷണൽ ഹൈവേ കടന്നു പോവുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ തേസ്പൂരൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ ഗുവാഹട്ടിയിലേക്കുള്ള നമ്മുടെ ദൈർഘ്യയാത്ര തുടരുകയാണ്. അങ്ങനെ സമയം 4 മണി കഴിഞ്ഞു. സൂര്യൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിപ്പിക്കാനായിട്ട്. പക്ഷേ മൂടൽ മഞ്ഞ് അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. സൂര്യൻ്റെ ശ്രമങ്ങളൊക്കെ അവിടെ പരാജയപ്പെടുകയാണ്. ഇനിയിപ്പോൾ അധികം താമസിക്കാതെ ഇരുട്ടാവും. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഇനി എത്രമാത്രം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഗുവാഹട്ടിക്ക് ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 130 കിലോമീറ്റർ കൂടിയുണ്ട്. ഗുവാഹട്ടിയിൽ നിന്ന് നമ്മൾ പിന്നെ നേരെ സിലിഗുരി ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് ചെയ്യും. ഇതിനിടയിൽ നമുക്ക് CNG ഫില്ല് ചെയ്യാനുണ്ട്. ഇത്രയും നേരം നമ്മൾ പെട്രോളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് CNG ഫില്ലിംഗ് സ്റ്റേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ CNG കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ യാത്ര പിന്നെയും മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ അങ്ങോട്ട് CNGക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയങ്ങളിൽ മലയോര മേഖലകളിലൊക്കെ പോകുമ്പോഴത്തേനും CNG കിട്ടാനുള്ള ബുദ്ധിമുട്ട് നന്നേ നേരിട്ടിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ആസാമിൻ്റെ പകുതി ഭാഗം മുതൽ CNG അവൈലബിൾ ആണ്. അതിൽ അദാനി ഗ്രൂപ്പിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ആസാമിലുള്ളത്. പിന്നെ വെസ്റ്റ് ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാൽ പല കമ്പനികളുടെ ഉണ്ട്. അതിനകത്ത് ഇന്ത്യൻ ഓയിൽ മുതൽ പല കമ്പനികൾ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ
CNG കൂടെ അടിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകാനായിട്ട്. CNGയുടെ ഇതും കൂടെ മാപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ആപ്പുണ്ട്, നവഗതി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിലൂടെ നമുക്ക് CNG കിട്ടുന്ന സ്ഥലങ്ങൾ അറിയാനായിട്ട് സാധിക്കും. CNG ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം നല്ല ലാഭകരമായിട്ട് യാത്ര ചെയ്യാനും അതോടൊപ്പം തന്നെ മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ഗുണം ചെയ്തു കേട്ടോ. പെട്രോളിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി മൈലേജാണ് CNGയിൽ നമുക്ക് കിട്ടിയത്. എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്ത് വെൺപാലവട്ടത്തുള്ള നമ്മുടെ വിഷ്ണുവും അതോടൊപ്പം തന്നെ അജിത്തും നമുക്ക് ആ ഒരു CNG ഫിറ്റ് ചെയ്ത് തന്നു. ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ആദ്യമായിട്ടാണ് അവർ ജിപ്സിയിൽ CNG ചെയ്യുന്നത്. എനിക്കൊരു ആശങ്ക തോന്നിയെങ്കിലും അതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളത് നമുക്ക് ഇതിനോടകം തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. എത്രയോ കിലോമീറ്ററുകളോളം താണ്ടിയിട്ടാണ് നമ്മൾ അരുണാചൽ പ്രദേശ് എത്തിയത്. അപ്പോൾ ഇത്രയും കിലോമീറ്ററുകൾക്കിടയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും നമ്മൾ CNG ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്തത്. എനിക്ക് തോന്നുന്നു 2000 അല്ലെങ്കിൽ 3000 കിലോമീറ്റർ മാത്രമാണ് പെട്രോളിൽ ഓടിയത്. ബാക്കിയെല്ലാം നമ്മൾ CNGയിലാണ് ഇതിനോടകം ഓടിയത്. ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങളുടെ CNG ഫിറ്റ് ചെയ്തിട്ട് എന്തായി, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഓർത്തപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് CNG ഒക്കെ ഫിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വിഷ്ണുവിൻ്റെ നമ്പർ അല്ലെങ്കിൽ അജിത്തിൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ക്രിസ്റ്റൽ CNG ഫിറ്റിംഗ് സെൻറ്റർ, വെൺപാലവട്ടം, ട്രിവാൻഡ്രം. അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ വാഹനങ്ങളിൽ എത്ര രൂപയ്ക്കൊക്കെ CNG ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതാ ബ്രഹ്മപുത്ര നദിയുടെ മുകളിലൂടെ, പാലത്തിൻ്റെ മുകളിലൂടെ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. വിപിൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇന്ത്യയിലെ മഹാനദികളിലൊന്നായ ബ്രഹ്മപുത്ര കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മപുത്രയുടെ മുകളിലുള്ള ഒരു വലിയ പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാലത്തിന് തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നീളമുണ്ട്. ബ്രഹ്മപുത്ര നദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മഹാനദികളായിട്ടുള്ള ഗംഗ, യമുന, ഗോദാവരി, കാവേരി അങ്ങനെയുള്ള മഹാനദികളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു നദി തന്നെയാണ്. അപ്പോൾ ഈ ബ്രഹ്മപുത്രയുടെ നീളം എന്ന് പറഞ്ഞാൽ 3000-ഓളം കിലോമീറ്റർ നീളത്തിലൂടെ ഇത് സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉത്ഭവം ചൈനയിലാണ്. ചൈനയിലെ ടിബറ്റിലാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് ഉത്ഭവിച്ച് ഈ നദി കിഴക്കോട്ടൊഴുകി നമ്മുടെ അരുണാചൽ പ്രദേശിൻ്റെ ആ ഭാഗം എത്തുമ്പോൾ മെല്ലെ തിരിഞ്ഞ് ഇന്ത്യയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിൽ കടക്കുന്ന ഈ നദി പിന്നെ വളരെ സ്റ്റീപ്പായിട്ടാണ് താഴോട്ട് ഒഴുകുന്നത്. കാരണം വെച്ചാൽ അറിയാലോ, അരുണാചൽ പ്രദേശിലുള്ള മലനിരകളുടെ ഇടയിലൂടെ ആസാമിലെ സമതലത്തിലേക്കാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. അപ്പോൾ വളരെ സ്റ്റീപ്പായിട്ടാണ് താഴേക്ക് ബ്രഹ്മപുത്ര ഒഴുകി വരുന്നത്. അപ്പോൾ ഈ നദി ചൈനയിലൂടെ ഒഴുകി നമ്മുടെ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ്, ആസാം ഈ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് ബംഗ്ലാദേശിലെത്തും. ബംഗ്ലാദേശിലെത്തിയിട്ട് ഈ നദി പിന്നെ നമ്മുടെ ഗംഗാ നദിയുമായിട്ട് സംഗമിച്ചിട്ടാണ് ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ മഹാനദിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര ലോകത്തിലെ തന്നെ 9ാമത്തെ നീളം കൂടിയ നദിയും കൂടിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ആസാമിൻ്റെ സമതലങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായി കോൺക്രീറ്റ് ചെയ്ത നാഷണൽ ഹൈവേ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹൈവേ ആണ് അരുണാചൽ പ്രദേശിനെ ആസാമിലെ ഗുവാഹട്ടി നഗരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഹൈവേ. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആസാമിലൂടെയും ബംഗാളിലൂടെയും രണ്ട് ഇൻ്റർനാഷണൽ ഹൈവേകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്നാമത്തത് ഏഷ്യൻ ഹൈവേ 1ഉം രണ്ടാമത്തത് ഏഷ്യൻ ഹൈവേ 2ഉമാണ്. ഏഷ്യൻ ഹൈവേ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ റോഡ് നെറ്റ്വർക്കാണ്. അതായത് ഇന്തോനേഷ്യയിൽ നിന്ന് ആരംഭിച്ച് ഇറാനിൽ അവസാനിക്കുന്ന ഒരു ഏഷ്യൻ ഹൈവേ നെറ്റ്വർക്കാണ് ഈ പറയുന്ന ഏഷ്യൻ ഹൈവേ. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ ഈ ആസാമിലൂടെയും അതുപോലെ തന്നെ ബംഗാളിലെ ആ സിലിഗുരിയുടെ ഭാഗത്തൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതായത് ഏഷ്യൻ ഹൈവേ 1ലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഏഷ്യൻ ഹൈവേ 1 നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണൽ ഹൈവേ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ ഹൈവേയുടെ ഇന്ത്യയിലൂടെ പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ് വളരെ ഭംഗിയായിട്ട് കോൺക്രീറ്റിലൊക്കെ പണി തീർത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം 5:45. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 7:30-8 മണിയായെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അതല്ല, 5:45 ആയുള്ളൂ. ഇവിടെ നേരത്തെ ഇരുട്ടാവുമല്ലോ. ഇനിയിപ്പോൾ അധികം ദൂരമില്ല CNG ഫില്ലിംഗ് സ്റ്റേഷനിലേക്ക്. ഇപ്പോൾ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് ഹോട്ടലുകളൊക്കെ, പ്രത്യേകിച്ച് ധാബകളൊക്കെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ സമയമാണ്. രാത്രിയായി കഴിഞ്ഞാൽ എല്ലായിടത്തും ധാബകൾ പ്രവർത്തിക്കും. ലോറിയുടെ എണ്ണവും കൂടി വരും. രാത്രി കാലങ്ങളിലാണല്ലോ അവരുടെ പ്രധാന സഞ്ചാരം. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാഴ്ചകൾ ഇനി അങ്ങോട്ട് കാണാനായിട്ട് സാധിക്കില്ല. എന്തായാലും CNG കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുക. സാറിന് റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. തുടർന്ന് ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്ത് മാക്സിമം ഓടാൻ പറ്റുന്നത്ര ഓടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓടിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും
പെട്രോൾ പമ്പിൽ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പിറ്റേ ദിവസം അടുത്ത യാത്ര നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതിനോടകം വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇനിയില്ല. എന്തായാലും അടുത്ത ദിവസം പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. നമ്മുടെ യാത്രകൾ തുടരുന്നതായിരിക്കും. ഇനി ഒരുപാട് ദിവസം വൈകിപ്പിക്കാനില്ല. നമ്മുടെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഒരുപാട് കാഴ്ചകളൊന്നും എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഗ്രാമക്കാഴ്ചകളൊക്കെ ഈ വഴിയിലൂടെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ആദിവാസി ഊരുകൾ ഉൾപ്പെടെ പല സംസ്ഥാനത്തെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. അതുകൊണ്ട് ഇനി ഉൾപ്രദേശങ്ങളിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നമ്മളിനി മാക്സിമം ഡ്രൈവ് ചെയ്ത് ഫാസ്റ്റായിട്ട് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും യെസ് ബൈ.